പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് മിനീസ് ആർട്ട് ആൻഡ് വർക്ക്ഷോപ്പിലേക്ക് വീണ്ടും സ്വാഗതം. പോലീസ് അക്കാദമിക്ക് വേണ്ടി ഞാൻ ചെയ്ത ക്ലാസിൻ്റെ 4ാം ഭാഗമാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ ടൈം മാനേജ്മെൻറ്റ് അതുപോലെ വാല്യൂ എഡ്യൂക്കേഷൻ ഈ 2 സ്കില്ലുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭാഗം 1, 2, 3 ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അധ്യാപക നൈപുണികൾ ഏതൊക്കെയാണെന്നും അത് വികസിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇനി മറ്റൊന്ന് ടൈം മാനേജ്മെന്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പരിധി വിട്ട് വളരെ ബുദ്ധിമുട്ട്. ഇപ്പൊ എനിക്ക് ഈ കൊറോണ കാലത്ത് നമുക്ക് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും അധ്യാപകർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അവർ സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറയും ആളുകൾ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. രാവിലത്തെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുകയും കുട്ടികൾക്ക് കൊടുത്ത അസൈൻമെന്റുകൾ നോക്കുകയും കുട്ടികൾ തിരിച്ച് അസൈൻമെന്റ് ഇടുന്നത് നോക്കുകയും സ്കൂളിലേക്ക് യാത്ര ചെയ്യണ്ട എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വൈകുന്നേരം 6 മുതൽ 8 വരെ, 7 മുതൽ 9 വരെയൊക്കെയാണ് PTA മീറ്റിംഗുകൾ നടക്കുന്നത്. മറ്റത് 4 മണിക്ക് സ്കൂൾ വിട്ടാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇപ്പൊ 24 മണിക്കൂറിൽ ഈ ഉറങ്ങാൻ എടുക്കുന്ന 8 മണിക്കൂർ ഒഴികെ ബാക്കി എല്ലാ സമയവും അധ്യാപകൻ ഓൺലൈനിൽ ആക്റ്റീവാണ്. അപ്പൊ അത് മറ്റുള്ളവരെ അറിയുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ ഞങ്ങൾ പോലും ഇപ്പൊ ഡയറ്റിലെ സ്റ്റാഫ് ലെക്ചേഴ്സ് പോലും ഈ ടീച്ചേഴ്സിനുള്ള കോൺഫറൻസുകളെല്ലാം നടക്കുന്നത് വൈകിട്ടാണ്. 5 മുതൽ 7 വരെ അല്ലെങ്കിൽ 7 മുതൽ 9 വരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം എന്താ വെച്ചാൽ അവര് അല്ലാത്ത സമയങ്ങളിലൊക്കെ അവർ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുകയും അതിലുള്ള പ്രശ്നങ്ങൾ പറയുകയും കുട്ടികൾക്ക് കണ്ടന്റുകൾ വ്യക്തമാവാത്തത് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ സമയത്ത്. അപ്പൊ നമ്മുടെ സമയത്തെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു പോലീസ് ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഹോബിക്കും സമയം കിട്ടുന്നുണ്ടാവില്ല. വായിക്കാൻ അല്ലെങ്കിൽ ഗാർഡനിങ്ങിന്, സാധാരണഗതിയിൽ ചെയ്യുന്ന എക്സസൈസുകൾക്ക് പോലും അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിന് പോലും സമയം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് സമയത്തെ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു ദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്, ഒരു കരുണയും കാണിക്കരുത് നമ്മുടെ സമയത്തിന്റെ കൃത്യതയിൽ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്നുള്ള പരസ്യവാചകം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു 8 വർഷം മുൻപ് തിരുവനന്തപുരം വികാസ് ഭവനിലെ ഒരു ഡിപ്പാർട്ട്മെന്റില് ഹെഡ് മാറി വന്നു. ഒരു IAS ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ഉടനെ വന്ന് കയറി വന്ന്, നമുക്കറിയാലോ ഒരു ഗവൺമെന്റ് ഓഫീസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ കുറ്റപ്പെടുത്തല്ല ആരെയും, ഞങ്ങളുടെ ഓഫീസൊക്കെ അങ്ങനെ തന്നെയാണ്, എന്റെ അലമാരിയും അങ്ങനെ തന്നെയാണ്. കാരണം കയറി ചെല്ലുമ്പോൾ തന്നെ കുറെ ഫയലുകൾ ഉണ്ടാവും, അതിങ്ങനെ ഒരു സ്ഥലത്ത് കെട്ടിവെക്കും, കുറെ അലമാരിക്കകത്ത് വെക്കും, കുറെ റാക്കിൽ വെക്കും, കുറെ അത് സ്ഥലമില്ലാണ്ടാകുമ്പോൾ മേശപ്പുറത്ത് വെക്കും. എല്ലാ മേശകളും ഇങ്ങനെ ഫയലുകളുടെ അട്ടി നിറഞ്ഞിരിക്കുകയായിരിക്കും. ഒന്നും പറ്റാത്തത് കുറെ താഴെയുണ്ടാവും, കുറെ കവറിനകത്തുണ്ടാവും, കുറെ ബാഗിലുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഓഫീസില് ഒരു IAS ഓഫീസർ ഓഫീസ് ഹെഡായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, 30-ാം തീയതി, ഈ മാസം 30-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഈ മൊത്തം ഫയലുകളും ഇതിന്റെ ഉള്ളിൽ നിന്ന് മാറ്റിക്കോണം. കാരണം അതില് ആവശ്യമുള്ള ഫയലുകൾ ഒഴികെ ബാക്കിയുള്ള ഫയലുകളൊന്നും ഇവിടെ കാണാൻ പാടില്ല. അപ്പോ ജീവനക്കാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ മാത്രം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അലമാരിക്കകത്തോ നിങ്ങൾക്ക് ആവശ്യമായ സ്ഥലങ്ങളിലേക്കോ മാറ്റിവെക്കണം. ബാക്കിയുള്ളത് അവിടെ കിടന്നോട്ടെ, താഴെ കിടന്നോട്ടെ, 30-ാം തീയതി വൈകുന്നേരം ഞാനത് എടുത്ത് മാറ്റിക്കോളാം. സാധാരണ ഇങ്ങനെ ഒരു കൽപ്പന കിട്ടുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? അത് നോക്കാം, നമ്മുടെ ഇന്നത്തെ പണി കഴിയട്ടെ എന്നിട്ട് നോക്കാം. അങ്ങനെ നോക്കി 30-ാം തീയതി ആയി. 30-ാം തീയതി കഴിഞ്ഞു. 1-ാം തീയതി രാവിലെ 10 മണിക്ക് ജോലിക്കാരെ ഓഫീസിൽ വരുമ്പോ കാണുന്നത് എന്താന്ന് വെച്ചാൽ, താഴെ കിടന്നിരുന്ന മൊത്തം ഫയലുകള് സെക്യൂരിറ്റിമാര് വന്നിട്ട് വാരിക്കൂട്ടി ഈ അർബാന എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ഒരു ചക്രമുള്ള വണ്ടി, അതിനകത്തോട്ട് കയറ്റിയിട്ട് തള്ളിക്കൊണ്ടു പോവാണ്. അപ്പൊ ഇവർക്ക് ആകെ ടെൻഷൻ, അയ്യോ ഇപ്പൊ നാളെ കൊടുക്കാനുള്ള ഫയൽ ഞാൻ ഇവിടെ വെച്ചിരുന്നതാണ്, ഞാൻ അത് ഇപ്പൊ എടുക്കാനുള്ള ഫയലാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഭയങ്കര ബഹളം കൂട്ടുണ്ട്. അപ്പൊ സാർ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയാണ് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. എല്ലാം താഴത്തെ ഫ്ലോറിൽ കൊണ്ടുപോയി ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു മുറ്റത്തിന്റെ മൂലയ്ക്ക് കൊണ്ടുപോയി ഇട്ടു. തീ കൊടുക്കാൻ പോവാണ്. പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാ ജീവനക്കാരും ഈ കൂനയുടെ മുകളിൽ കിടന്നിട്ട് ഫയലുകൾ തിരയുകയാണ്. അവസാനം അവരവർക്ക് ആവശ്യമുള്ള കുറച്ച് ഫയലുകളൊക്കെ അതിൽ നിന്ന് തപ്പിയെടുത്തു. ഒരുപാട് ഫയലുകൾ തപ്പിയെടുത്തു ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അവരുടെ അലമാരികൾ ഒതുക്കി, പഴയ ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ഡിസ്പോസ് ചെയ്തു. അങ്ങനെ
ബാക്കി ഫയലുകൾ കത്തിച്ചു കളഞ്ഞു. ഓഫീസ് ക്ലീൻ ആൻഡ് നീറ്റായി. അപ്പൊ ശരിക്കും ഒരു ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കാരണം അത് ക്ലീൻ ചെയ്യാൻ ഒരു ടൈം ബൗണ്ട് കൊടുത്തിട്ട് അത് ചെയ്തില്ല എന്ന് കണ്ടപ്പോൾ ഉടനെ ആക്ഷൻ എടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ടൈം ബൗണ്ട് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ടൈം ബൗണ്ടഡ് ആയിരിക്കണം. നമ്മൾ ഇത്ര മണിക്ക് ഇന്ന കാര്യം ചെയ്ത് തീർക്കും എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യണം. ഒരു നമ്മുടെ സബോർഡിനേറ്റ്സിന് ഒരു ഡ്യൂട്ടി കൊടുക്കുകയാണ്, ഇന്ന ദിവസം അത് ചെയ്ത് തീർത്തിട്ടുണ്ടാവണം. ആ ദിവസം കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യണം. ഇന്ന ദിവസം 5 മണിക്ക് എന്ന് പറഞ്ഞാൽ 5 മണിക്ക് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അയാൾ ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണത്. അത് നിങ്ങളുടെ മോണിറ്ററിംഗിന്റെ കുറവ് കൊണ്ട് അയാൾ അത് ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ടൈമിന്റെ മാനേജ്മെന്റും വളരെ പ്രധാനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കാനാണോ, ടി വി കാണാനാണോ? ടി വി ഒന്നും ഇപ്പം ആരും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ടി വി ഒക്കെ ഇപ്പൊ അധികം ഉപയോഗിക്കണില്ല. ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കാണാൻ കുട്ടികൾ ടി വി ഉപയോഗിക്കുന്നു എന്നല്ലാതെ മുതിർന്നവരൊന്നും കാര്യമായിട്ട് ടി വിയിലേക്ക് പോണില്ല എന്ന് തോന്നുന്നു. ഫോണിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഫോണിൽ തോണ്ടാനാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം, അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കാനാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? എവിടെ നിന്നാണ് നമുക്ക് സമയത്തെ പിൻവലിക്കാൻ കഴിയുക? അത് പിൻവലിച്ചിട്ട് നമുക്ക് ആവശ്യമായ കാര്യത്തിലേക്ക് കൊടുക്കാൻ കഴിയണം. ഇപ്പൊ രാവിലെ നടക്കാൻ പോവുക, അല്ലെങ്കിൽ രാവിലെ വർക്കൗട്ട് ചെയ്യുക, സമയമില്ല തീരെ എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് പ്രധാനമാണെങ്കിൽ, ഒരു പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം, പോലീസ് ഓഫീസറെ മാത്രമല്ല, എല്ലാവർക്കും ഫിറ്റ്നസ് പ്രധാനം തന്നെയാണ്. എങ്കിലും ഒരു പ്രൊഫഷന്റെ ഭാഗം എന്ന നിലയിൽ ഫിറ്റ്നസ് ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളാണ് പോലീസ് ഓഫീസർമാര്. ആ ഒരു കാര്യത്തിന് പോലും സമയമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. 24 മണിക്കൂറിൽ ഓരോന്നും എപ്പോൾ 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 എന്നുള്ളത് കൃത്യമായ ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതിനെ കൃത്യമായ ഒരു ടൈം ടേബിൾ എഴുതി വെക്കണം. നമുക്ക് നെറ്റിലൊക്കെ ഇഷ്ടംപോലെ ടൈം മാനേജ്മെന്റിന് വേണ്ട ചില ഫോർമാറ്റുകൾ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിടുക. അല്ലെങ്കിൽ ആപ്പുകൾ കിട്ടും. നമുക്ക് ഇന്ന കാര്യം ചെയ്ത് അത് ഇത്ര സമയത്ത് തീർക്കണം, ആ തീരുന്ന സമയത്ത് അലാറം അടിക്കുന്ന ഒരുപാട് ആപ്പുകൾ ഉണ്ട്. അങ്ങനത്തെ ആപ്പുകൾ കിട്ടും. എങ്ങനെയാണോ നമുക്ക് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുക, അതിനനുസരിച്ച് ഇപ്പോ സാധാരണ ഓഫീസ് ടൈമില് ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു സൂത്രം ഒരു വിൻഡോ വരയ്ക്കലാണ്. നമ്മൾ MBA സ്റ്റുഡൻസിനൊക്കെ പഠിപ്പിക്കുന്ന, മാനേജ്മെന്റ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു ജോഹാരി വിൻഡോ എന്ന് പറഞ്ഞൊരു വിൻഡോ ഉണ്ട്. ആ 4 കള്ളികളുള്ള ഒരു വിൻഡോ, നടുവില് 2 വര, 4 കള്ളിയിലും ഒരു സ്ഥലത്ത് അർജന്റ്, മോർ അർജന്റ്, ലെസ് അർജന്റ്, ഒരു സ്ഥലത്ത് മോർ ഇമ്പോർട്ടന്റ്, ലെസ് ഇമ്പോർട്ടന്റ്. ഓഫീസിൽ നമുക്ക് വരുന്ന മെയിലുകൾ പരിശോധിച്ചാല്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓർഡറുകൾ പരിശോധിച്ചാല്, ഇത്ര 25-ാം തീയതിക്കുള്ളിൽ തീർത്തു കൊടുക്കേണ്ട ഒരു ഫയൽ ഇന്ന് 10-ാം തീയതി ആയിട്ടുള്ളൂ. അത് അർജന്റ് ആണ്, അല്ല ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ലെസ് അർജന്റ് ആണ്. അപ്പൊ നമുക്ക് ആ ലെസ് അർജന്റ്, മോർ ഇമ്പോർട്ടന്റ് എന്നുള്ള കോളത്തിലേക്ക് അതിനെ മാറ്റാം. അതേസമയം ഇമ്പോർട്ടന്റ് അല്ല, ഇന്ന് ഇപ്പൊ സ്റ്റേഷൻ പരിധിയിലുള്ള എത്ര വീടുകളുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് കൊടുക്കേണ്ടതാണെങ്കിൽ അത് ലെസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ മോർ അർജന്റ് ആണ്. അതിനെ ആ കോളത്തിലാണ് നമ്മൾ പെടുത്തുക. ഇങ്ങനെ ഓരോ ദിവസവും ഇപ്പൊ ലെസ് അർജന്റിന്ന് മോർ അർജന്റിലേക്ക് കയറി വരും പ്രവർത്തന ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ അർജന്റായ പ്രവർത്തനങ്ങളെ നമുക്ക് ആ കോളത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ മാറി അപ്പൊ ഓരോ ദിവസവും രാവിലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിൻഡോ എടുത്ത് നോക്കിയാല് അതിനകത്ത് ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. 25-ാം തീയതി ആകുമ്പോൾ, അല്ലെങ്കിൽ 24-ാം തീയതി ആകുമ്പോൾ നമ്മൾ ലെസ് അർജന്റിലേക്ക് വെച്ചിട്ടുള്ള ആ കോൺഫറൻസിന്റെ ഫയല് നമ്മൾ മോർ അർജന്റിലേക്ക് മാറ്റേണ്ടി വരും. അപ്പൊ അത് ചെയ്തു തീർക്കുക. അങ്ങനെ മോർ അർജന്റ് ആൻഡ് മോർ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കോളവും ലെസ് ഇമ്പോർട്ടന്റ് ബട്ട് മോർ അർജന്റ് എന്ന് പറയുന്ന കോളവും ഓരോ ദിവസവും കാലിയാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. കാരണം ഞാൻ എന്റെ നോട്ട്ബുക്കിൽ ഒരു വിൻഡോ വരച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ എഴുതി വെക്കും. പിറ്റേ ദിവസം വീണ്ടും ഒരു വിൻഡോ വരയ്ക്കും, അതിനകത്ത്
ഇതിൽ നിന്ന് മാറ്റമുള്ളത് എഴുതി വെക്കും. ഇത് കഴിഞ്ഞത് നമുക്ക് ഒഴിവാക്കാമല്ലോ, നമ്മൾ ചെയ്ത് തീർന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ടൈം മാനേജ് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നോട് തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇന്ന ദിവസം DGക്ക് കൊടുക്കേണ്ട റിപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ കൺസോൾട്ടേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചിലർ റിപ്പോർട്ട് തരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് മോർ അർജന്റ് ആണ് എങ്കിൽ അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. തരൂ 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 എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോ നിവൃത്തികേടുകൊണ്ട് തരൂ. അപ്പൊ നമുക്ക് നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു ലാഗിങ്ങും ഓഫീസ് അവേഴ്സിൽ ഉണ്ടാവില്ല. കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്നും നിങ്ങൾക്ക് പരീക്ഷിക്കാം. അതുപോലെ ഒരുപാട് ഫോർമാറ്റുകൾ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഫോർമാറ്റ് ഫോർ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഫോർമാറ്റുകൾ കിട്ടും. ആപ്ലിക്കേഷൻസും ഉണ്ട്, നമ്മുടെ ഫോണിലൊക്കെ ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റുന്ന ആപ്പുകളും ഉണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വളരെ പ്രധാനമാണ്. നമുക്ക് വീട്ടില് നമ്മുടെ ഒരു ഫാമിലി ടൈം, അതുപോലെ ഓഫീസ് ടൈം, അങ്ങനെ കൃത്യമായിട്ട് അതിനെ വിഭജിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പോ നമുക്കറിയാലോ, ചിലവരിങ്ങനെ ഓഫീസുമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓഫീസ് ആയിട്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫാമിലി ടൈം ഒട്ടും കിട്ടുന്നില്ല. അപ്പോഴാണ് ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റില്ല, ഭാര്യയുടെ കാര്യം അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തന്നെ വിള്ളലുകൾ വീഴുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ടൈം കൃത്യമായിട്ട് അത് തന്നെ നമ്മുടെ ട്രെയിനീസിനും കൊടുക്കണം. ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ടൈം മാനേജ്മെന്റിന് വേണ്ട ഒരു ഫോർമാറ്റ് തന്നെ ഞാൻ അവർക്ക് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു നമ്മുടെ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. എന്തൊരു കാര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും സമൂഹത്തിന്റെ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ പൊതിഞ്ഞു പിടിക്കേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു തലമുറ, ഏകദേശം നമ്മളൊക്കെ ഒരു പ്രായമാവുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു തലമുറ ഒരു കുറെ കൂടി നിസ്സംഗരായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമുക്ക് കിട്ടേണ്ട വാല്യൂസ് പലപ്പോഴും കിട്ടിയിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും, അവരിപ്പോ വളർന്നു വരുന്ന ഇപ്പൊ ഒരു ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു അവര് മൂല്യങ്ങൾ കിട്ടിക്കൊണ്ട് വളരുമ്പോഴാണ് അവർക്ക് പ്രളയം വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ കുട്ടികൾ വളരെ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കിട്ടേണ്ട മൂല്യങ്ങളെ കൊടുക്കണം. ആരായാലും ഇപ്പൊ നമ്മൾ ഓഫീസേഴ്സിനെ ക്ലാസ് എടുക്കുകയാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള എപ്പോഴാണോ ഒരാളെ സ്വാധീനിക്കാൻ കഴിയുക നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ചിലപ്പോ ആ ഒരു ചെറിയ ഒരു 3 സെക്കൻഡ് കൊണ്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരിക്കും ചിലരുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവുക. ചിലരുടെ ഉള്ളില് തട്ടിക്കഴിഞ്ഞാൽ അവർ ഒരു പക്ഷെ അതിനനുസരിച്ച് മാറും. അപ്പൊ 100 പേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു 10 പേരെങ്കിലും 10% എങ്കിലും നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ ഇംപ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വലിയ വിജയമാണ്. 100 ആളും അതനുസരിക്കണം എന്നൊന്നുമില്ല. ആ 10% അതിന് നമ്മൾ പറഞ്ഞതിൽ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായാൽ അത് നമ്മുടെ വലിയ വിജയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ടീച്ചർമാർ എന്ന് പറഞ്ഞ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ഫാക്ടർ, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളാണ് അധ്യാപകര്. കാരണം നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടി നല്ലൊരു ജോലി കിട്ടി, നല്ല ഉയർന്ന നിലയിൽ എത്തുമ്പോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി പഠിച്ച് അവൻ ഇപ്പോ ഒരു ആയുർവേദ ഡോക്ടറാണ്. അവൻ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, ഒരു കസേരയിൽ ഇരിക്കാനേ പറ്റുള്ളൂ അവന്. അപ്പൊ അവൻ അവിടെ പഠിക്കുന്ന സമയത്ത് അവൻ നന്നായിട്ട് പഠിക്കുന്ന നല്ല ബ്രില്യന്റ് ആണ്. അപ്പൊ അവന് വേണ്ട കുറെ ഗൈഡൻസ് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അവന് ആയുർവേദ ഡോക്ടറായി. അവൻ കോൺവൊക്കേഷൻ കഴിഞ്ഞ ഫോട്ടോ പത്രത്തിൽ വന്നപ്പോ ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം നമ്മൾ പഠിപ്പിക്കാതെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. അതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫൈയിങ് ഫാക്ടർ. അപ്പോ നമുക്ക് ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ പോലീസ് അക്കാദമിയില് റീസെന്റ് 1 വർഷം മുൻപ് നടന്ന ഒരു പാസിംഗ് ഔട്ട് പരേഡിലേക്ക് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി അവിടെ ഒരു വനിതാ CPO ആയിട്ടുണ്ട്. ഇപ്പൊ അവൾ അവിടെയല്ല വർക്ക് ചെയ്യണത്. അപ്പൊ ആ കുട്ടി അവിടെ പാസിംഗ് ഔട്ട് പരേഡിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോ എനിക്കുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ തീരില്ല. ഞാൻ അവളെ പഠിപ്പിച്ചത് TTCക്കാണ്. പക്ഷെ അവള് അത് കഴിഞ്ഞു, TTC പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവള് കിട്ടിയ ടെസ്റ്റുകളൊക്കെ എഴുതി അവള് ഒരു CPO ആയി. ട്രെയിനിങ് കഴിഞ്ഞിട്ട് പാസിംഗ് ഔട്ടിൽ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, മിസ് വരണം, എനിക്ക് മിസ്സിന്റെ സാന്നിധ്യത്തിൽ വേണം ഞാൻ ഈ പ്രൊഫഷനെ സ്വീകരിക്കാൻ.
അപ്പൊ അത് നമുക്ക് നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശതമാനമാണ്. ഒരു അത്രയ്ക്കും സംതൃപ്തി കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ഈ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ ട്രെയിനേഴ്സിനെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് വളരെ വളരെ നന്നായി എന്നാണ് ഞാൻ പറയുക. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു വാല്യൂ എഡ്യൂക്കേഷൻ. നമ്മുടെ കുട്ടി ഒരു കളവ് കേസിൽ പ്രതിയായി എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സങ്കടമുണ്ട്. ഇതിന്റെ വേറൊരു ഭാഗം അതാണ്. അപ്പൊ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ചില സോഷ്യൽ വാല്യൂസ് അവർക്ക് കൊടുക്കണം. അതായത് നമ്മളൊരു പബ്ലിക് ന്യൂയിസൻസ് ആയി മാറാതെ, ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, പബ്ലിക് ന്യൂയിസൻസ് ആണ്, വീട്ടിലും പറ്റില്ല, നാട്ടിലും പറ്റില്ല, സമൂഹത്തിലും ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്രയും വയലൻസും മറ്റു കാര്യങ്ങളും ഒക്കെ കയ്യിലുള്ള ആളുകൾ. അപ്പൊ അവർക്ക് ഇത് കൊടുക്കണമെങ്കിൽ, ഈ സോഷ്യൽ വാല്യൂ അവർക്ക് കൊടുക്കണമെങ്കിൽ ആ സോഷ്യൽ വാല്യൂ നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മൾ ഒരു മിഠായി നമ്മുടെ കയ്യിലുണ്ടായാലാണല്ലോ ആ മിഠായി നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുക. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത മിഠായി നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള മൂല്യങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം ആ മൂല്യങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സ്കില്ലും കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇപ്പൊ പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മളെ വീട്ടിലുള്ള കംപ്ലീറ്റ് പുല്ലും ചെടിയും ഒക്കെ വെട്ടി നശിപ്പിച്ച് ഒരു ചെടി പോലും വളർത്താതെ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വെള്ളം സംരക്ഷിക്കാതെ, നമ്മുടെ വീട്ടിലെ മാലിന്യത്തെ സംസ്കരിക്കാതെ പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്കൊരു മൂല്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ ഒരു മനോഭാവം നമ്മൾ കാണിക്കുകയും വേണം. ആ മൂല്യത്തിന്റെ പ്രകടമായ ഭാവമാണ് മനോഭാവം. അപ്പൊ ഈ മനോഭാവത്തെ കാണിക്കണമെങ്കിൽ കൃത്യമായ മൂല്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ആ മൂല്യത്തെ ഒരു മനോഭാവത്തിലൂടെ, അതായത് ഒരു തൈ നടാൻ നമുക്ക് തോന്നുമ്പോൾ അത് നടുക. പരിസരം മലിനീകരിക്കരുത് എന്ന് പ്രസംഗിക്കുന്നതോടൊപ്പം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന സ്ഥലത്തെ മാലിന്യത്തെ കൃത്യമായി സംസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് മൂല്യവും മനോഭാവവും ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ മൂല്യവും മനോഭാവവും വളർത്തിയെടുക്കുക, നമ്മുടെ ട്രെയിനീസിൽ കൂടി വളർത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇത് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു പരസ്യം വന്നു എനിക്ക്. ചെറുതുരുത്തിയില് ഷൊർണൂരടുത്ത് ഒരു ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ആള്, അദ്ദേഹം പ്രവാസിയായിരുന്നു. ഒരിക്കൽ ലീവിന് നാട്ടിൽ വന്നതിന് ശേഷം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ലോറി വന്നിടിച്ചു. അതിൽ സ്പൈനൽ കോഡിന് തകരാറ് പറ്റി, അരയ്ക്ക് താഴേക്ക് തളർന്നു, കസേരയിൽ ഇരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ മാർഗമില്ല, വീട്ടില് വരുമാനമില്ല. ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പേപ്പർ പേനകൾ ഉണ്ടാക്കി അതിന്റെ കൂടെ ഒരു വിത്തും കൂടി ചേർത്തിട്ട് വിൽക്കുകയാണ്. അപ്പൊ എനിക്ക് വന്ന പരസ്യം ഇതാണ്: അദ്ദേഹത്തിന് ഇങ്ങനെ പേപ്പർ പേന ഞാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ, ഒരു പേനയ്ക്ക് 8 രൂപയാണ് വില എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യമാണ് വന്നത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു 50 പേന വാങ്ങി. അദ്ദേഹത്തെ ഇതൊക്കെ ഉണ്ടോ, ഞാനിപ്പോ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പേന വാങ്ങുമ്പോ നമ്മൾ ആ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളാവണം. നമുക്ക് പേപ്പർ പേന ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഒന്നും നമുക്ക് സമയമില്ല. അപ്പൊ നമ്മൾ ആ പേന വാങ്ങി അത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ആ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ്. അപ്പൊ ആ രീതിയിലുള്ള നമ്മുടെ ഉള്ളിലുള്ള മൂല്യത്തെ നമ്മുടെ മനോഭാവത്തിലൂടെ പ്രകടിപ്പിക്കാനും മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്താനും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ, നമ്മൾ ട്രെയിനീസിനെ അത് ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് വളരെ വിജയകരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റും. അവരുടെ ജീവിതത്തിന് അത് വിജയമായിരിക്കും. പിന്നെ ഒരെണ്ണം ടെക്നിക്കൽ അവയർനെസ് ആണ്. ഇപ്പൊ നമ്മൾ